നമസ്കാരം. സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 8 നോ അവർ ലാൻഡ്. 5ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം നാടറിയാം എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 3 ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയും വളരെ കുറച്ച് ഭാഗം മാത്രമേ പഠിക്കാനുള്ളൂ. താഴോട്ട് നമ്മൾ എംപ്ലോയ്മെൻറ്റ് ഡൈവേഴ്സിറ്റീസ് അവിടെ വരെയാണ് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. എംപ്ലോയ്മെൻറ്റ് ഡൈവേഴ്സിറ്റി ഇൻ കേരള. ഇത്രയും ഭാഗം എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ഭാഗം എന്താണ്? കേരള ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. കേരളവും പ്രകൃതി ദുരന്തങ്ങളും. We have seen that Kerala's natural beauty and favorable climate make people's live easier. കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും അതുപോലെ യോജിക്കുന്ന അനുകൂലമായ കാലാവസ്ഥയും അവിടുത്തെ ജനജീവിതം നന്നായിട്ട് സുഗമമാക്കി കൊണ്ടുപോകാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബട്ട് സംടൈംസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് കലാമിറ്റീസ് ഒക്കർ. എന്നിരുന്നാലും പലപ്പോഴും എന്തുണ്ട്? പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ കേരളത്തിൽ ഉണ്ടാകാറുണ്ട്. കേരള ഹാസ് എ ഫിസിയോഗ്രഫി വിത്ത് മെനി ഇക്കോളജിക്കലി വൾനറബിൾ ഏരിയാസ്. പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ധാരാളമുള്ള ഭൂപ്രകൃതിയാണ് കേരളത്തിന് ഉള്ളത്. എപ്പാർട്ട് ഫ്രം ദ ക്രൈസിസ് കോസ്ഡ് ബൈ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ സം നാച്ചുറൽ കലാമിറ്റീസ് ഓൾസോ ഹാം ദ ലിവിങ് വേൾഡ്. മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ ചില പ്രകൃതി ദുരന്തങ്ങളും നമ്മുടെ കേരളത്തിലെ ജീവിതത്തെ ഹാനികരമായിട്ട് ബാധിക്കുന്നുണ്ട്. അവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. പ്രകൃതി ദുരന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചിത്രമാണ്. ഒന്ന് വെള്ളപ്പൊക്കവും ഒന്ന് ഉരുൾപൊട്ടലുമാണ് കാണിച്ചിരിക്കുന്നത്. ഇമേജസ് റിലേറ്റഡ് ടു നാച്ചുറൽ കലാമിറ്റീസ് ആർ ഗിവൺ. പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ലിസ്റ്റ് ഔട്ട് ദ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ടു ലൈഫ്, പ്രോപ്പർട്ടി ആൻഡ് ദ എൻവയോൺമെൻറ്റ്. കംപ്ലീറ്റ് ദ ലിസ്റ്റ്. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവനും അതുപോലെ സ്വത്തിനും പരിസ്ഥിതിക്കും ഒക്കെ പ്രയാസമാവുക അപായകരമായ പല ദുരന്തങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ട്. അതേതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 എണ്ണം തന്നിട്ടുണ്ട്. ബാക്കി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ സൈക്ലോൺ. സൈക്ലോൺ വെച്ചാൽ ചുഴലിക്കാറ്റ്. സെക്കൻഡ് വൺ വൈൽഡ് ഫയർ, കാട്ടുതീ. പിന്നെ എന്തൊക്കെയുണ്ട്? ഫ്ലഡ് അല്ലേ, പ്രളയം, സുനാമി, ലാൻഡ് സ്ലൈഡ് അതായത് ഉരുൾപൊട്ടൽ, അതുപോലെ എർത്ത്ക്വേക്ക് ഭൂമികുലുക്കം. ഇതെല്ലാം എന്താണ്? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സാണ്. അപ്പോൾ എന്തൊക്കെയാണ്? സൈക്ലോൺ, വൈൽഡ് ഫയർ, ഫ്ലഡ്, സുനാമി, ലാൻഡ് സ്ലൈഡ്, എർത്ത്ക്വേക്ക്. ഇതെല്ലാം എന്താണ്? ദീസ് ആർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. ഇതെല്ലാം പ്രകൃതി ദുരന്തങ്ങൾ ആണ്. വാട്ട് ആർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രകൃതി ദുരന്തം? നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ നാച്ചുറൽ ഫിനോമിന ദാറ്റ് എൻഡേഞ്ചർ ലൈഫ്, പ്രോപ്പർട്ടി ആൻഡ് ദ എൻവയോൺമെൻറ്റ്. ജീവനും സ്വത്തിനും അതുപോലെ പരിസ്ഥിതിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അതായത് അപായകരമായ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ. സച്ച് നാച്ചുറൽ കലാമിറ്റീസ് അഡ്വേഴ്സ്ലി അഫക്റ്റ് ഹ്യൂമൻസ് ആൻഡ് അതർ ലിവിങ് ബീയിങ്സ്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും അവിടുത്തെ മറ്റു ജീവജാലങ്ങളെയും പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ദ സുനാമി ഇൻ 2004 കോസ്ഡ് ഹ്യൂജ് ഡാമേജ് ഇൻ കേരള. 2004 ഉണ്ടായ സുനാമി, ഡിസംബർ മാസത്തിലായിരുന്നു 2004 ഉണ്ടായ സുനാമി കേരളത്തിലെ വലിയ കെടുതികൾക്ക് കാരണമായി. ആസ്ക് യുവർ എൽഡേഴ്സ് അബൌട്ട് ഇറ്റ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ മുതിർന്നവരോട് ചോദിച്ചാൽ അറിയാം. ഒരുപാട് കടലിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരുപാട് വീടുകളും അവിടെ താമസിച്ച അനേകം മനുഷ്യജീവനുകളും എടുത്തുകൊണ്ട് പോയ ഒരു സുനാമി ദുരന്തമായിരുന്നു 2004 ഉണ്ടായത്. അടുത്ത ചിത്രം ശ്രദ്ധിക്കുക. അത് ഒരു ദുരന്തത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. 2019 കവളപ്പാറ ലാൻഡ് സ്ലൈഡ്, കവളപ്പാറ ഉരുൾപൊട്ടലിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതും അതേപോലൊരു ദുരന്തമായിരുന്നു. പെട്ടിമുടി ഉരുൾപൊട്ടൽ, പെട്ടിമുടി ലാൻഡ് സ്ലൈഡ് 2020.
ഉണ്ടായ ആ ദുരന്തത്തിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ദ മേജർ ഫ്ലഡ്സ് ഇൻ കേരള ഇൻ 2018, 2018. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, കൊച്ചുകുട്ടികളായിരുന്നു നിങ്ങളെന്ന്. അന്ന് കേരളത്തിലുണ്ടായ ഒരു പ്രളയം, അതായത് 6 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ആ പ്രളയം. ലാൻഡ് സ്ലൈഡ്സ് ഇൻ കവളപ്പാറ ഇൻ 2019, അതുപോലെ 2019 കവളപ്പാറയിലും പിന്നെ ആൻഡ് പെട്ടിമുടി ഇൻ 2020, 2020 പെട്ടിമുടിയിലും ഉണ്ടായ ഉരുൾപൊട്ടലുകൾ ഹാവ് മെയ്ഡ് ലൈഫ് ഡിഫിക്കൽട്ട് ഫോർ ദ പീപ്പിൾ ഇൻ ദോസ് ഏരിയാസ്. ഇതെല്ലാം അതത് പ്രദേശത്തെ ജനജീവിതത്തെ ദുസ്സഹമാക്കിയിട്ടുണ്ട്. 2018 പ്രളയം ഒരുപാട് ആൾക്കാരുടെ ജീവനും സ്വത്തിനും ഒക്കെ നഷ്ടമുണ്ടാക്കി. അതുപോലെ തന്നെ 2019 2020 ഉരുൾപൊട്ടലും അനേകം ജനജീവിതം ദുസ്സഹമാക്കി തീർത്തതാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് മിറ്റിഗേഷൻ, ദുരന്ത നിവാരണവും അതിൻ്റെ ലഘൂകരണവും, എങ്ങനെ നമുക്കിതിനെ ഒക്കെ മറികടക്കാം, അതിൻ്റെ ഒരു കൊളാഷാണ് കൊടുത്തിരിക്കുന്നത്. വാട്സ് ദ ന്യൂ കൊളാഷ്. കളക്ഷൻ ഓഫ് റിലീഫ് റിസോഴ്സസ് ഓൾ ഓവർ ദ റീജിയൻ, നാടെങ്ങും ദുരിതാശ്വാസ വിഭവ സമാഹരണം. ഒരു ദുരന്തമുണ്ടായാൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടി നാടെങ്ങും ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ജനങ്ങളും സഹായിക്കാൻ സന്നദ്ധരാകും. യങ് പീപ്പിൾ അറ്റ് ദ ഫോർഫ്രണ്ട് ഇൻ ക്ലീനിങ് ഓപ്പറേഷൻസ്, ഫ്ലഡ് വിക്ടിംസ് ബാക്ക് ടു ദെയർ ഹോംസ്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവജനങ്ങൾ മുന്നിട്ടിറങ്ങി പ്രളയബാധിതർ വീടുകളിലേക്ക്. 2018 നമുക്കുണ്ടായ പ്രളയത്തിൽ ഇങ്ങനെയൊക്കെ നമ്മളെല്ലാവരും നേരിട്ട സന്ദർഭങ്ങളാണ്. ഒരുപാട് പേര് വന്ന്, സന്നദ്ധ സംഘടനകളും ആൾക്കാരും ഒക്കെ വന്ന് ക്ലീനാക്കി തന്നാണെന്ന് നമ്മുടെ വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ. വോളണ്ടിയേഴ്സ് ടു ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ഡ്യൂറിങ് ഡിസാസ്റ്റർ, അതായത് ദുരന്തമുഖങ്ങളിൽ കൈത്താങ്ങുമായിട്ട് സന്നദ്ധ പ്രവർത്തകർ വരാറുണ്ട്. ഫിഷർ ഫോക്ക് ഇൻ ദ ഫേസ് ഓഫ് ഡിസാസ്റ്റർ വിത്ത് ബോട്ട്സ്, കടലിൻ്റെ മക്കൾ ബോട്ടുകളുമായിട്ട് ദുരന്തമുഖത്ത്. അതായത് 2018 നമുക്കുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നമ്മളെ സഹായിച്ചത് മുഴുവൻ ഒരുപാട് മത്സ്യബന്ധനത്തിനായി പോകുന്ന തൊഴിലാളികളായിരുന്നു, ബോട്ടുമായി വന്ന് അനേകം ജനങ്ങളെ രക്ഷിച്ചത്. കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ്, സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെയും ഏകോപിച്ചുള്ള പ്രവർത്തനം. ഇവരെല്ലാം ഒത്തിണക്കി കൊണ്ടുപോകാൻ ആരും മുന്നോട്ട് വന്നു? സർക്കാരും ഒരു ദുരന്തം വരുമ്പോൾ മുന്നോട്ട് എത്താറുണ്ട്. ദ ന്യൂസ് കൊളാഷ് ഈസ് ഗിവൺ ഷോസ് ഹൗ കേരള ഫേസ്ഡ് ദ 2018 ഫ്ലഡ്. 2018 പ്രളയത്തെ കേരളം എങ്ങനെയാണ് നേരിട്ടതെന്ന് സൂചിപ്പിക്കുന്ന വാർത്താ കൊളാഷാണ് ശരിക്കും നമ്മളിപ്പം വായിച്ചത്. കേരള ജോയിൻറ്റ് ഹാൻഡ്സ് ഫോർ റിലീഫ് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ്, ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനത്തിനായിട്ട് കേരളം അന്ന് ഒന്നിച്ചു നിന്നു. ആസ് എ റിസൾട്ട് ഓഫ് ദ joint efforts of various government departments, voluntary organizations, the youth, traders and fishermen, the severity of these major natural disaster has been mitigated. അതായത് അന്ന് എല്ലാം ഒന്നിച്ചു നിന്ന് എങ്ങനെയാണ് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, അതുപോലെ സന്നദ്ധ സംഘടനകൾ എന്നിവയും, അതുപോലെ യുവജനങ്ങൾ, അല്ലേ, അതാണ് യൂത്ത്, ട്രേഡേഴ്സ്, വ്യാപാരികൾ, ഫിഷർമെൻ, അതായത് മത്സ്യത്തൊഴിലാളികൾ എന്നിവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ആ വലിയ ദുരന്തത്തിൽ നിന്നും, പ്രകൃതി ദുരന്തത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ നമുക്ക് സാധിച്ചത്. പ്രളയം വന്ന 2018 നേരിട്ട ആ വലിയ ദുരന്തത്തെ ലഘൂകരിക്കാൻ വളരെ ആശ്വാസം നേടാൻ സാധിച്ചത് എന്താണ്? കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്നതിൻ്റെ ഫലമാണ്. Can you identify any volunteer who got involved in the flood relief work in your locality? നിങ്ങളുടെ പ്രദേശത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരുണ്ടോ? അവരോട് എന്ത് ചെയ്യിക്കണം? എൻക്വയർ ആൻഡ് ലേൺ ദെയർ എക്സ്പീരിയൻസ്. നമ്മുടെയൊക്കെ പ്രദേശത്ത് നമ്മളൊക്കെ വളരെ പ്രളയത്തെ നേരിട്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പ്രദേശത്ത് അന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ധാരാളം പേർ ഉണ്ടാവും. അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് അതിനെ അഭിമുഖീകരിച്ചതെന്നും അതിനെ എങ്ങനെയൊക്കെ നമ്മൾ നേരിട്ടെന്നും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വാട്ട് സോർട്ട് ഓഫ് പ്രിപ്പറേഷൻസ് ആർ ടു ബി മെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ ദ പ്രിവെൻഷൻ ആൻഡ് മിറ്റിഗേഷൻ ഓഫ് ഡിസാസ്റ്റേഴ്സ്? ദുരന്ത നിവാരണത്തിനും അതിൻ്റെ ലഘൂകരണത്തിനുമായിട്ട്, അത് കുറയ്ക്കാനുമായിട്ട് എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താം? അതിൻ്റെ പ്രിപ്പറേഷൻസ്, മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്?
പ്രീ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മെഷേഴ്സ്, ഫസ്റ്റ് കോളത്തിൽ കൊടുത്തേക്കുന്നത് പ്രീ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മെഷേഴ്സ്, അതായത് ദുരന്തപൂർവ്വ നിവാരണ പ്രവർത്തനം, അതിന് മുമ്പ്. അതുപോലെ റെസ്ക്യൂ ഓപ്പറേഷൻസ് ഡ്യൂറിങ് ഡിസാസ്റ്റേഴ്സ്, ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനം. പിന്നെന്താണ് പോസ്റ്റ് ഡിസാസ്റ്റർ ഡീഹാബിലേഷൻ, അതായത് ദുരന്താനന്തരം, ദുരന്തം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രവർത്തനം. അങ്ങനെ 3 കോളമാണ് കൊടുത്തേക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ ആൻറ്റിസിപ്പേറ്റ് സർട്ടൻ ഡിസാസ്റ്റേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോഡേൺ ടെക്നോളജി, അതായത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. ഇൻ ഡിസാസ്റ്റർ prone areas, issue warnings and take steps to create awareness and evacuate people. അതുപോലെ ദുരന്ത സാധ്യതാ മേഖലകളിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകി ബോധവൽക്കരണവും അതുപോലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനും ഒക്കെ ഉള്ള നടപടി സ്വീകരിക്കാൻ സാധിക്കും. ഇതെല്ലാം ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്ത കോളം റെസ്ക്യൂ ഓപ്പറേഷൻസ് ഡ്യൂറിങ് ഡിസാസ്റ്റർ, ദുരന്ത സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും. എൻഷുർ നെസസറി മെഷേഴ്സ് ഫോർ ദ റെസ്ക്യൂ ഓപ്പറേഷൻ, രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കാം. സെറ്റ് റിലീഫ് ക്യാമ്പ്സ് ആൻഡ് പ്ലാൻ ഫോർ ദ പ്രൊവിഷൻ ഓഫ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ ആൻഡ് മെഡിക്കൽ കെയർ. അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് അവിടെ ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കാനുള്ള നടപടികൾ ചെയ്യാം. പോസ്റ്റ് ഡിസാസ്റ്റർ റീഹാബിലേഷൻ, അതായത് ദുരന്താനന്തരം എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. റീഹാബിലേറ്റ് ദ ഡിസാസ്റ്റർ വിക്ടിംസ്, ദുരന്ത ബാധിതരെ നമുക്ക് പുനരധിവസിപ്പിക്കാം, മറ്റൊരിടത്തേക്ക് താമസിപ്പിക്കാം. ടേക്ക് സ്റ്റെപ്സ് ടു മാനേജ് സിറ്റുവേഷൻസ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഇൻ ഫ്യൂച്ചർ, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ തടയാൻ വേണ്ടി പ്രതിരോധിക്കാനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാം. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് സിസ്റ്റംസ് വർക്കിംഗ് ഫോർ ദ മാനേജ്മെൻറ്റ് ആൻഡ് മിറ്റിഗേഷൻ ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാരിൻ്റെ വകുപ്പുകളും സംവിധാനങ്ങളുമാണ് ഇനി പറയുന്ന പേരുകൾ. ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. കേരള റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി എന്ന് വെച്ചാൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. ഡിസാസ്റ്റർ റിസ്ക് അനാലിസിസ് സെൽ, അതായത് ദുരന്ത സാധ്യത അപഗ്രഥന സെൽ. ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇങ്ങനെ ഈ പറയുന്ന 4-5 വകുപ്പുകളാണ് സർക്കാരിന് ചെയ്തിരിക്കുന്ന സംവിധാനങ്ങൾ. എന്തിനു വേണ്ടി? പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനായിട്ട് കണ്ടെത്തിക്കുന്ന വകുപ്പുകളുടെ പേരുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിസാസ്റ്റേഴ്സിനുള്ള സംവിധാനം. Haven't we realized how the diversity of land we live in, soil, water, climate and crops influence our lives? അപ്പോൾ നാം വസിക്കുന്ന ഈ ഭൂപ്രദേശത്തെ വൈവിധ്യം, വ്യത്യസ്തതയും മണ്ണും ജലവും കാലാവസ്ഥയും അതുപോലെ വിളകളും ഒക്കെ നമ്മുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ? We have the responsibility to preserve the abundance of this soil and pure water for future generations. ആ തിരിച്ചറിവിൽ നിന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന മനസ്സിലാക്കിയിട്ട് ഈ മണ്ണിൻ്റെ സമൃദ്ധിയും അതിൻ്റെ നമ്മുടെ ശുദ്ധമായ ജലം, തെളിനീരും വരാനിരിക്കുന്ന തലമുറകൾ കൂടി കരുതി വെക്കേണ്ട ചുമതല അതുകൊണ്ട് നമുക്കുണ്ട്. കാരണം ഇത് നമ്മളെ അത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് ഇവയെല്ലാം. So we should give priority to development and the way of life that does not disturb the balance of nature. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടാതെയുള്ള ജീവിത രീതിക്കും വികസനത്തിനുമാണ് നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. അതായത് പ്രകൃതിയെ യാതൊരു വിധത്തിലും നമ്മൾ ദ്രോഹിക്കാതെ, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും വരുത്താത്ത പ്രകൃതി സൗഹൃദപരമായ കാര്യങ്ങൾക്കാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ടത്. അതായത് പ്രകൃതിയെ വരും തലമുറയായ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരിക്കലും അതിനെ ഒരു വിധത്തിലും ദ്രോഹിക്കാതെ നമ്മളാൽ ആവുന്ന വിധം പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് അടുത്ത തലമുറയ്ക്കായിട്ട് നമ്മുടെ പ്രകൃതിയെ കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങൾ വരും തലമുറയുടെ കടമയാണ്. അപ്പോൾ ഇത്രയുമാണ്
പാഠഭാഗം. എല്ലാവർക്കും പാഠഭാഗം നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ക്ലാസ് കേൾക്കാനായിട്ട് പുസ്തകം കൂടെ തുറന്നു വെച്ച് നന്നായിട്ട് പാഠഭാഗം ശ്രദ്ധിക്കുക. അടുത്ത ഭാഗവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.